ഇതേപോലെ സിമ്പിളായിട്ട് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ചെയ്തെടുത്താലോ. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു ഗ്രീൻ കളർ സ്കെച്ച് പെൻ എടുത്ത് ഒരു ടിഷ്യൂ ഫുള്ള് അടിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും ഇതേപോലെ ഒരു ടിഷ്യൂ എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിലത്തെ ഭാഗം വെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വൺസ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതൊന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൂവ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. നേരത്തെ ഗ്രീൻ കളർ അടിച്ച ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒരു കമ്പിയിൽ ചുറ്റി കൊടുക്കാം. പിന്നെ ഈ കമ്പി നമ്മുടെ ബൊക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിന് വെട്ടി കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ ഈ കമ്പിയുടെ അറ്റത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് സിമ്പിളാണ്. ആദ്യം ഒരു ഗ്രീൻ കളർ എടുക്കുക, പിന്നെ യെല്ലോ കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ടോപ്പിൽ യെല്ലോ കളർ ഒന്ന് കവർ ചെയ്ത് കഴിയുമ്പം എത്ര ആവശ്യമുണ്ടോ ആ ഒരു ഹൈറ്റിൽ ഗ്രീൻ കട്ട് ചെയ്യുക, പിന്നെ യെല്ലോ ടോപ്പിൽ മാത്രം എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി അതിലൊരു സ്റ്റെമ്പിന് മാത്രം ഹൈറ്റ് കൂടുതൽ വെച്ച് ബാക്കി എല്ലാ ഫ്ലവേഴ്സും അതിനോട് കണക്ട് ചെയ്ത് വെച്ച പൈപ്പ് ക്ലീനർ കൊണ്ടുള്ള ഫ്ലവേഴ്സുമായി.